മഞ്ചേശ്വരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അവിടെ UDF വിജയിച്ച് കയറുന്നത്. രണ്ടാം സ്ഥാനത്ത് BJP NDA ആണ് എത്തി നിൽക്കുന്നത്. ഇത്തവണ SDPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ന്യൂസ് ടൺസ് ആരംഭിച്ചത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. അതിലിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഡീൽ എന്ന ആരോപണം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ഇവിടെ UDF SDPയുമായി ഡീലിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം അവിടെ SDPഐ മത്സരിച്ചാൽ ഒരു പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ SDPയുടെ സ്ഥാനാർത്ഥിയെ അവിടെ പിൻവലിച്ചു. അതാണ് ഇത്തരത്തിലൊരു ആരോപണത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ആരോപണങ്ങൾ ഉണ്ട്, അപര സ്ഥാനാർത്ഥികളുണ്ട്, വിമതർ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തവണ മഞ്ചേശ്വരം ഒരു ശ്രദ്ധേയമായ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തീപാറും പോരാട്ടത്തിനാണ് മഞ്ചേശ്വരം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അപര സാന്നിധ്യവും ആരോപണ പ്രത്യാരോപണങ്ങളാലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോരാട്ടം ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ BSPയും 7 സ്വതന്ത്രന്മാരുമാണ് മത്സരരംഗത്തുള്ളത്. SDPI സ്ഥാനാർത്ഥിയായി ജില്ലാ കൗൺസിൽ അംഗം KM അഷ്റഫ് പത്രിക നൽകിയത് വലിയ ചർച്ചയായിരുന്നു. ഇനീഷ്യലിൽ ഒരക്ഷരം മാത്രം കുറവുള്ള അദ്ദേഹം UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് എതിരാളിക്കൊപ്പം അപരനുമായി മാറിയതോടെ UDF ക്യാമ്പ് ആശങ്കയിലായിരുന്നു. ഇത് BJP സ്ഥാനാർത്ഥിക്ക് നേട്ടമാകുമെന്ന പ്രചരണം ഉയർന്നതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പത്രിക പിൻവലിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് പാർട്ടിയിലെ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു. നിലവിൽ അഷ്റഫിന് അപരന്മാരായി 2 പേർ രംഗത്തുണ്ട്. K സുരേന്ദ്രന്റെ അപരൻ വന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. കാലങ്ങളായി ഒപ്പമുള്ള മണ്ഡലം നിലനിർത്താനുള്ള കഠിനാധ്വാനത്തിലാണ് സിറ്റിംഗ് MLAയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ഇലക്ഷനുകൾ 2016 2021 BJPക്ക് പ്രതീക്ഷ പകർന്നു കൊടുത്ത റിസൾട്ടുകളായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും അങ്ങനെ അല്ല. മഞ്ചേശ്വരക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് മികച്ച വികസനം വന്ന കാലയളവ്, മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ അവസാനമായി മഞ്ചേശ്വരക്കാരെ എന്നെ വിലയിരുത്താൻ ടോൾ സമരം മാത്രം മതി. മഞ്ചേശ്വരം ഏറ്റവും ആശങ്കയോടുകൂടി നിന്ന ആളുകൾ ശക്തമായ സമരത്തിലൂടെയാണ് നമ്മളത് പരാജയപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം 2001 2001 മറികടന്ന ഏറ്റവും മികച്ച ഭൂരിപക്ഷം മഞ്ചേശ്വരത്തെ ജനങ്ങൾ നൽകും. മഞ്ചേശ്വരക്കാർ ഒരിക്കലും മതേതരത്വത്തിൻ്റെ പാരമ്പര്യത്തെ കൈവിടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 2016 89 വോട്ടകലം വരെ എത്തിയ മണ്ഡലത്തിൽ 4ാം വട്ടമെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് 10,000 12,000 വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ കാണുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. കാരണം അത് അവരവരുടെ അനുഭവങ്ങളാണ്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവിടെ ദില്ലിയിലുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വിചാരം, യാഥാർത്ഥ്യബോധം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. 2006 അട്ടിമറി വിജയം നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി CPIMലെ KR ജയാനന്ദ. 2006 ആവർത്തിക്കാനാണ് പോകുന്നത്. മഞ്ചേശ്വരം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ്. കേരളത്തിൽ 140 മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലമാണ്. കാരണം ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുമാത്രമല്ല ഒരു മിനി ഇന്ത്യയാണ്. ഈ മിനി ഇന്ത്യ എന്ന് പറയുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 1 ഭൂരിപക്ഷം ജയിക്കും, ഒരു സംശയവും വേണ്ട. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിലും പ്രധാന പോര് UDFും NDAയും തമ്മിലാണ്. LDF 3ാം സ്ഥാനത്താണ്. 2006 LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്മു വിജയിച്ചതൊഴിച്ചാൽ മണ്ഡലം UDF പക്ഷത്താണ്. 2021 ആദ്യ അംഗത്തിനിറങ്ങിയ AKM അഷ്റഫിന് 745 വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് മേൽക്കൈ. 2ാം സ്ഥാനത്തുള്ള NDAക്ക് വോട്ട് കുറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു.
മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളും UDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ 7499 വോട്ടർമാരാണ് അധികമായി ഉള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പോലും മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായി മാറുന്ന മഞ്ചേശ്വരത്ത് ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. 10,000-ഓളം വോട്ടുകളുള്ള SDPI ഇതുവരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം PDPയുടെ പിന്തുണ UDFനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും മണ്ഡലത്തിലെ ശക്തമായ പ്രചരണമാണ് ഓരോ മുന്നണികളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.